بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, ഈ രാത്രി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള 27-ാം രാവാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വല്ലാഹി ഇന്നി ലഅഅലമു അയ്യു ലൈലത്തിൻ ഹിയ. അല്ലാഹുവിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹു തന്നെയാണ് സത്യം, ലൈലത്തുൽ ഖദർ അത് ഏത് ദിവസമാണ് എന്ന് എനിക്കറിയാം. ഹിയൽ ലൈലത്തുൽ ലത്തി അമറനാ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖിയാമിഹാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് രാത്രി നിസ്കരിക്കുവാൻ കൽപ്പിച്ച രാത്രിയാണത്. ഹിയ ലൈലത്തു സബീഹത്തി 27, അത് 27-ാം രാവാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത പല ലക്ഷണങ്ങളും ഒത്തുനോക്കി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉറപ്പിച്ച് അല്ലാഹുവിൽ സത്യം ചെയ്തു പറഞ്ഞ രാത്രിയാണ് 27-ാം രാത്രി. ലൈലത്തുൽ ഖദർ ആകുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാത്രിയാണ്. സ്വഹാബികളും മുൻഗാമികളുമായ ഒരുപാട് പണ്ഡിതന്മാർ 27-ാം രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് ഉറപ്പിച്ച് അഭിപ്രായപ്പെട്ടതായി കാണുവാൻ സാധിക്കും. 27-ാം രാവിനെ കുറിച്ച് അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബിയാണ്, അദ്ദേഹം പറയുകയാണ്, ഫലമ്മ കാനത്തി സാലിസത്തു, 27-ാം രാവിന്റെ അന്ന് ജമഅ അഹ്ലഹു വനിസാഅഹു വന്നാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെയും അവിടുത്തെ പെൺമക്കളെയും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൂട്ടി. ഫഖാമ ബിനാ ഹത്താ ഖശീന അൻ യഫൂതന അൽ ഫലാഹ്, എന്നിട്ട് ഞങ്ങൾക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിച്ചു. എത്രത്തോളം എന്നാൽ അത്താഴം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം ഞങ്ങളിൽ അകപ്പെട്ടു. താഴം നഷ്ടപ്പെടുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? 27-ാം രാവിന്റെ അന്ന് എന്ത് ചെയ്തു? രാത്രി നിസ്കരിച്ചു. ആ രാത്രി മുഴുവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. 27-ാം രാവ് അത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാൻ ഏറ്റവും അർഹമായ രാത്രിയാണ്. അതുകൊണ്ട് പരമാവധി നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കുക, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഈ രാത്രി നമ്മൾ വിട്ടുനിൽക്കുക. കാരണം ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 വർഷങ്ങളേക്കാൾ ഖൈറാണ് ലൈലത്തുൽ ഖദർ. അഥവാ നമ്മൾ ഈ രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഓരോ അമലും, ഏത് അമലും ആകട്ടെ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏത് അമലും അത് 1000 വർഷം അത് ചെയ്യുന്നതിനേക്കാൾ ഖൈറാണ് ഈ ഒരൊറ്റ രാത്രി നമ്മൾ ചെയ്യുന്നത്. 1000 മാസം അതിൽ ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ ഖൈറാണ് ഈ ഒരൊറ്റ രാത്രി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ. ഈ രാത്രി നമ്മൾ ഖിയാം നിസ്കരിക്കണം, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുകയാണെങ്കിൽ, ഈ രാത്രി നമ്മൾ സ്വതഖകൾ കൊടുക്കുകയാണെങ്കിൽ, ഈ രാത്രി മറ്റ് ദിക്റുകൾ, ദുആകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അത് 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ്. ദുആ ചെയ്യുകയാണെങ്കിൽ എന്തു അമലും 1000 മാസങ്ങളേക്കാൾ ഖൈറാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ അത് 83 വർഷത്തിനേക്കാൾ കൂടുതലുണ്ട്. ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ്സിനേക്കാൾ കൂടുതൽ. നമ്മളൊരു ആയുസ് കൊണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത
അത്ര ഇബാദത്തുകളുടെ ശ്രേഷ്ഠതയാണ് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിലെ ആളുകളുടെ ആയുസ് എന്നാൽ 60-നും 70-നും ഇടയിലാണ്. വഖലീലും മിൻഹും മൻ യതജാവസു സാലിക്, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് വിട്ട് 70-നും അപ്പുറം പോകുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത്. 1000 മാസങ്ങളെക്കാൾ ഖൈറാണ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല, അത് വലിയ ഫദ്ലാണ്. അതുകൊണ്ട് നമ്മൾ നന്മകൾ അധികരിപ്പിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. തിന്മകൾ, പ്രത്യേകിച്ചും നന്മകൾക്ക് ശ്രേഷ്ഠതയുള്ളതുപോലെ തന്നെ തിന്മകൾ അതിന് കൂടുതൽ ഗൗരവമുണ്ട്. ഈ രാത്രികളിൽ തിന്മകൾക്ക് കൂടുതൽ ഗൗരവമുണ്ട്. നന്മകൾക്ക് ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ തിന്മകൾക്ക് കൂടുതൽ ഗൗരവമുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ലൈലത്തുൽ ഖദറിന്റെ രാത്രി അതിൽ പ്രത്യേകിച്ചും റമദാനിലും അതല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ നമുക്ക് തന്ന സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഔദാര്യം ചെയ്യുന്ന ആളായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫീ റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ. റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടിക്കാഴ്ച നടത്തുന്ന രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഔദാര്യം കാണിക്കും. അവിടുന്ന് ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യാറുണ്ടായിരുന്നത് റമദാനിലെ പറയപ്പെട്ട രാത്രികളിലാണ്. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യം ചെയ്തിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. സലഫുകളെ കുറിച്ച് പറഞ്ഞതായി കാണാം, വഖദ് കാന സലഫു യജ്തഹിദൂന അല الصദഖതി ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലിൽ അശ്ർ. മുൻഗാമികൾ അവസാനത്തെ 10 ഓരോ രാത്രിയിലും സ്വതക്കകൾ കൊടുക്കാൻ അവർ പ്രത്യേകം പരിശ്രമിച്ചിരുന്നു. വളരെ കുറഞ്ഞ കാര്യമാണെങ്കിലും ഓരോ രാത്രിയിലും, അവസാനത്തെ 10 ഓരോ രാത്രിയിലും അവർ സ്വതക്ക കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എത്ര കുറവാണെങ്കിലും പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ അത് പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ നമ്മൾ സ്വതക്ക കൊടുക്കാൻ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ ഫഇൻ ലം തജിദ് ഫബികലിമത്തിൻ തയ്യിബത്തിൻ. ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. നരകത്തിനെ നിങ്ങൾ ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക. അതും ഇല്ല എങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സ്വതക്ക അതെത്ര കുറച്ചാണെങ്കിലും അത് നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന കാര്യമാണ്. നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് സ്വതക്കകൾ. സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. അത് ധാരാളം സമ്പത്ത് സ്വതക്ക കൊടുക്കണമെന്നൊന്നുമില്ല, വളരെ കുറച്ചാണെങ്കിലും നല്ല നീയത്തോടു കൂടി കൊടുക്കുകയാണെങ്കിൽ അത് നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വില കുറച്ച് കാണുവാൻ പാടില്ല. അതൊരു മുഅ്മിനിന്റെ ഈമാനിന്റെ അടയാളമാണ്. അവൻ സ്വതക്ക കൊടുക്കുന്നു എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്, ഈമാനിന്റെ അടയാളമാണ്. അസ്സദഖതു ബുർഹാനുൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വതക്ക എന്നുള്ളത് അത് ബുർഹാനാണ്, തെളിവാണ്. അവന്റെ ഒരു മുഅ്മിനിന്റെ ഈമാനിനുള്ള തെളിവാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ. മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്ക കൊടുത്താൽ അവനെ പകരം തരും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വമാ അൻഫഖ്തു മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തൊന്നു ചെലവഴിച്ചാലും അതിന് അല്ലാഹു പകരം നൽകും.
മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തിൽ അവന് വിശ്വാസമല്ല എന്നതുകൊണ്ട് മുനാഫിഖ് എന്ത് ചെയ്യൂല? അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ സമ്പത്ത് ഇറക്കുകയില്ല. എന്നാൽ മുഅ്മിനിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ട് അവന്റെ ഈമാനിന്റെ അടയാളമാണ് അവൻ ധാരാളം സ്വതക്ക കൊടുക്കുന്നു എന്നുള്ളത്. മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. സമ്പത്തിനോട് അങ്ങേയറ്റത്തൊരു ഇഷ്ടം മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അപ്പൊ സമ്പത്ത് ഇഷ്ടമുണ്ടായിട്ടും സ്വതക്ക കൊടുക്കണമെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലത്തിലുള്ള അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, അസ്സദഖത്തു മിൻ ജിൻസിൽ ഖിതാൽ. സ്വതക്ക എന്ന് പറഞ്ഞാൽ ഒരു തരം യുദ്ധമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ഇറക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് ഒരു തരം യുദ്ധമാണ്. ഫശുജാഉ യസ്ബുത്. ധീരനായ ധൈര്യമുള്ള ആളുകൾ അടിയുറച്ചു നിൽക്കും. ഫൽജിബാലു യർജുഫ്. പേടിയുള്ള ഭീതിയുള്ള ആളുകൾ അവനവിടെ അടിപതറും, അവന് വിറക്കും, അവന് സാധിക്കുകയില്ല. അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വതക്കകൾ കൊടുക്കുക എന്നുള്ളത് അത് അവന്റെ ഈമാനിന്റെ അടയാളമാണ്. സ്വതക്ക കൊടുക്കുക എന്നുള്ളത്, സ്വതക്ക കൊടുത്ത സമ്പത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത്. അതാണ് നമ്മുടെ യഥാർത്ഥ ഡെപ്പോസിറ്റ്. അതാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സമ്പത്ത് എന്നാൽ അത് നീ ഒന്നല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചത്, അതല്ലെങ്കിൽ നീ ഉടുത്തത്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ച്, അതാണ് നിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ നിനക്ക് ഉപകാരപ്പെടുള്ളൂ. അതല്ലാതെ ഒന്നും ചെയ്യാതെ മാറ്റിവെച്ചത് അത് നിനക്ക് ഉപകരിക്കുകയില്ല. അവിടുന്ന് ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു, അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി. നിങ്ങളിൽ ആരാണ് അനന്തരാവകാശികളുടെ സമ്പത്തിനെ സ്വന്തം സമ്പത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, സ്വന്തം സമ്പത്തിനെ കൂടുതൽ സ്നേഹിക്കുന്നവനാണ് എല്ലാവരും. സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരവന്റെ സമ്പത്തിനെ സ്നേഹിക്കുന്നവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ ലഹു, എന്നാൽ അവന്റെ സ്വന്തം സമ്പാദ്യം എന്നാൽ മാ ഖദ്ദമ, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതാണ്. വമാലു വാരിസിഹി വമാ അഖറ, അനന്തരാവകാശിയുടെ സമ്പത്താണ് അവൻ ചെലവഴിക്കാതെ മാറ്റിവെക്കുന്നതെല്ലാം അനന്തരാവകാശിക്കുള്ള സമ്പത്താണ്. നമ്മളെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സ്വതക്ക കൊടുക്കുക. സ്വതക്ക കൊടുക്കാൻ വലിയ ധനികനാകണം, ധനാഢ്യനാകണം എന്നൊന്നുമില്ല. അൻഫിഖു മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാനാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ദമസ്കസിൽ അദ്ദേഹത്തിന്റെ മിമ്പറിൽ നിന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, തസദ്ദഖു വലാ യഖുൽ അഹദുക്കും ഇന്നി മുഖിൽ. നിങ്ങൾ സ്വതക്ക കൊടുക്കുക, ആരും പറയണ്ട എനിക്ക് സമ്പത്തില്ല, എനിക്ക് സമ്പത്ത് കുറവുള്ള ആളാണ് എന്ന് ആരും പറയേണ്ടതില്ല. കാരണം എന്താണെന്നറിയോ? ഫഇന്ന സദഖത്തൽ മുഖില്ലി അഫ്ദലു മിൻ സദഖത്തിൽ ഗനി. ധനികന്റെ സ്വതക്കയേക്കാൾ അഫ്ദലാണ് സമ്പത്ത് കുറഞ്ഞവന്റെ സ്വതക്ക എന്നാണ്. സമ്പാദ്യമുള്ള ആളുകൾ അവരുടെ സ്വതക്കയേക്കാൾ അഫ്ദലാണ് സമ്പത്ത് കുറഞ്ഞവന്റെ സ്വതക്ക. അതുകൊണ്ട് സ്വതക്ക കൊടുക്കാൻ, അത് കൊടുക്കാതിരിക്കാൻ കാരണം അതിൻ്റെ അടുത്ത് പൈസ അല്ല, അതല്ലെങ്കിൽ ഞാൻ സമ്പത്ത് കുറവുള്ളയാളാണ് എന്ന് കാരണം പറയേണ്ടതില്ല എന്നാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അവര് പെൺമക്കളോട് പറഞ്ഞൊരു വാക്ക് കാണാം. പെൺമക്കളോട് പറയാണ്, യാ ബനാത്തി, എൻ്റെ പെൺമക്കളെ, തസദ്ദഖ്ന, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുക. വലാ തൻതദിർനൽ ഫദ്ല, സമ്പത്തിൽ എന്തെങ്കിലും മെച്ചം വരട്ടെ, സേവിങ്സ് ആകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കരുത്.
സേവിങ്സ് ആകട്ടെ, കുറച്ച് സമ്പത്തിൽ ബാക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തു നിന്നാൽ നിങ്ങൾക്കൊരിക്കലും ആ ബാക്കി ഉണ്ടാകുന്ന സമ്പത്ത് ഉണ്ടാകുകയില്ല. അങ്ങനെ കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാകുകയില്ല. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾക്ക് ഉള്ളത് വെച്ച് നിങ്ങൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം അത് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയുമില്ല. എത്ര നല്ല ഉപദേശമാണ് മക്കൾക്ക് കൊടുക്കുന്നത്. ഉള്ളത് കൊണ്ട് നിങ്ങൾ സ്വതക്ക കൊടുക്കും. നിങ്ങൾ കാത്തിരിക്കണ്ട, സമ്പത്ത് കുറെ ആകട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കണ്ട. അതിനു മുമ്പ് നിങ്ങൾ സ്വതക്ക കൊടുത്തോ. കാത്തിരുന്നാൽ ആ കാത്തിരിപ്പ് വെറുതെ ആകും. കൊടുത്തു കഴിഞ്ഞാലോ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുകയുമില്ല. ഒരു ഉമ്മ പെൺമക്കൾക്ക് കൊടുക്കുന്ന മനോഹരമായ ഉപദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ഏറ്റവും വലിയ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു ഏറ്റവും അധികം അവിടുന്ന് ഔദാര്യം ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധനികനായിരുന്നോ? അവിടുത്തേക്ക് ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വതക്ക കൊടുത്തത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മരണപ്പെടുമ്പോൾ അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിനായിരുന്നു. എന്തിനാ പണയം വെച്ചതെന്നറിയോ? കുടുംബത്തിന് കഴിക്കാൻ ഒരു 30 സാ ബാർലി വേടിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പടയങ്കി ജൂതന്റെ അരികിൽ എന്ത് ചെയ്തത്? പണയം വെച്ചത്. 30 സാ ബാർലി വേടിക്കുന്നതിന് വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ അവിടുത്തെ പടയങ്കി പണയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ വീടുകളിൽ അടുപ്പിൽ തീ പുകയാത്ത നാളുകൾ ഉണ്ടായിരുന്നു. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്ത നാളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥയൊന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തടസ്സമായില്ല. അവിടുന്ന് ചോദിക്കുന്നതൊക്കെ കൊടുക്കും. ഔദാര്യം ചെയ്യുന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. സ്വഹാബികൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് കൊടുക്കാതിരിക്കുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നത്. അങ്ങനെ അദ്ദേഹം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താഴ്വര നിറയുള്ള ആടുകൾ അദ്ദേഹത്തിന് കൊടുത്തു, അയാൾക്ക് കൊടുത്തു. ബൈന ജബലൈൻ, 2 പർവ്വതങ്ങൾക്കിടയിൽ ആട്ടുംകൂട്ടുണ്ടായിരുന്നു. അതിനെ മൊത്തം അദ്ദേഹത്തിന് ആ അറാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അങ്ങനെ ഈ അറാബി, ഈ വ്യക്തി പോയി അയാളുടെ സമൂഹത്തിനോട് പറയാണ്, യാ ഖൗമി അസ്ലിമു, അല്ലയോ സമൂഹമേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊള്ളൂ. കാരണം ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ. കാരണം മുഹമ്മദ് കൂടെയുള്ള ആളുകൾക്ക് ദാരിദ്ര്യം പേടിക്കാത്തവനെ പോലെയാണ് കൊടുക്കുന്നത്, കൈയടിച്ചു കൊടുക്കുന്നു. ദാരിദ്ര്യം ഭയമില്ലാത്ത ഒരാൾ കൊടുക്കുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയടിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, അവിടുന്ന് പരലോകത്തിന്റെ കാര്യമാണ് നോക്കിയിരുന്നത്. ദുനിയാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചില്ല. പരലോകത്തേക്ക് എന്ത് ഒരു കൂട്ടി വെക്കുവാൻ സാധിക്കും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചത്. അവിടുന്ന് സഹാബികൾക്ക് അതാണ് മാതൃക കാണിച്ചു കൊടുത്തത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലൊരു ആടിനറുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോയി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മാ ബഖിയ മിൻഹ, എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ ആടിനറുത്തത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എല്ലാം പോയിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ തോള് മാത്രം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തോള് മാത്രം പോയിരിക്കുന്നു, ബാക്കിയെല്ലാം ലഭിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. തോള് മാത്രം ലഭിച്ചിരുന്നു, ബാക്കിയെല്ലാം പോയിരിക്കുന്നു. മാ ബഖിയ മിൻഹാ ഇല്ലാ കത്തിഫുഹാ. അല്ലാഹുവിന്റെ റസൂലെ തോള് മാത്രമാണ് ബാക്കിയുള്ളത്, ബാക്കിയൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഖിയ കുല്ലുഹാ ഗൈറ കത്തിഫിഹാ, തോള് മാത്രം പോയി, ബാക്കിയെല്ലാം ലഭിച്ചു.
അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നത്. നമുക്ക് വലിയ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാര്യത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. ഇതിനേക്കാൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വേറെ ഏത് മാതൃകയാണുള്ളത്? എങ്കിലും സ്വഹാബത്തിന്റെ ജീവിതത്തിലും അവർക്ക് ശേഷം വന്ന താബിഈങ്ങളുടെയും തബഅകളുടെയും മുൻഗാമികളായ പണ്ഡിതന്മാരുടെയും ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അത്ഭുതകരമായ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ഈമാനിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം അതാഗ്രഹിച്ചുകൊണ്ട് ഇത്തരം ശ്രേഷ്ഠമായ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകുന്നതാണ്. ഈ രാത്രികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് ദുആ ചെയ്യുക, ധാരാളമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ലൈലത്തുൽ ഖദ്ർ എന്നാൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ അത് പ്രാർത്ഥനയുടെ ലൈലത്തുൽ ദുആ, പ്രാർത്ഥനയുടെ രാത്രിയാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഒരു പ്രാർത്ഥന തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രാർത്ഥനയുടെ രാത്രിയാണ്. ധാരാളമായി പ്രാർത്ഥിക്കുക. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാര്യമാണ് അഫ്വും ആഫിയത്തും റബ്ബിനോട് ചോദിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ അഫുവാൻ, പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്, അതുകൊണ്ട് അത് നീ ഇഷ്ടപ്പെടുന്നു, എൻ്റെ പാപങ്ങൾ നീ മായ്ച്ചു കളയണമേ. അഫൂ ലഭിക്കുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മായ്ച്ചു കളയാന്നുള്ളതാണ്. കഅല്ലം യകുൻ, ആ പാപങ്ങൾ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ആ പാപങ്ങളെ മായ്ച്ചു കളയും അഫൂ ലഭിക്കപ്പെട്ടു കഴിഞ്ഞാൽ. അള്ളാഹു ഒരുവന് അഫൂ കൊടുത്തു കഴിഞ്ഞാൽ ആ പാപങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നതുപോലെ അതിന് അള്ളാഹു മാപ്പ് കൊടുക്കും, അതിനെ മായ്ച്ചു കളയും. അതുപോലെ തന്നെ ആഫിയത്തും സൗഖ്യവും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ചോദിക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ സ്വന്തത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് വേണ്ടി അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലൗ അറഫ്തു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദ്രി മാ സഅൽതുല്ലാഹ ഫീഹാ ഇല്ലൽ ആഫിയ. ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ആഫിയത്തല്ലാതെ മറ്റൊന്നും ചോദിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, യഖീൻ കഴിഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമാണ് ആഫിയത്ത് ലഭിക്കുക എന്നുള്ളത്. ഈ രാത്രിയിൽ നമ്മൾ ദുആ ചെയ്യുക. ദുആ ചെയ്യുമ്പോൾ അഫ്വും ആഫിയത്തും ഇത് രണ്ടും നമ്മൾ നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധിക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. 1000 മാസം സമ്പത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറാണ് ഈ ഒരൊറ്റ രാത്രിയിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നത്. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, അഫു ചോദിക്കുക, ആഫിയത്ത് ചോദിക്കുക. 1000 മാസങ്ങൾ അത് ചോദിക്കുന്നതിനേക്കാൾ ഖൈറാണ് ഈ ഒരൊറ്റ രാത്രിയിൽ അള്ളാഹുവിനോട് അത് ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം. وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.